ഈ ടോപ്പിക് പറഞ്ഞാൽ എ ഐ വേഴ്സസ് ഹ്യൂമൻ ബ്രെയിൻ കോഗ്നിറ്റീവ് കമ്പാരിസൺ എന്നാണ്. കോഗ്നിറ്റീവ് കമ്പാരിസൺ ഉദ്ദേശിക്കുന്നത് തിങ്കിങ്ങും ലേണിങ്ങും ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ ഹ്യൂമൻസിനും എ ഐക്കും സിമിലർ ആയിട്ടുള്ള ഓരോ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഹ്യൂമൻസിലും എ ഐയിലുള്ള കമ്പാരിസണാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ലേണിംഗ് സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ് ലേൺ ചെയ്യുക. ഇതെങ്ങനെയെന്ന് വെച്ചാൽ പിന്നെ സ്റ്റുഡൻസ് ടീച്ചർ റിലേഷൻഷിപ്പ് ഉള്ള രീതിയിൽ സ്റ്റുഡൻസ് ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നു, സ്റ്റുഡൻസ് പഠിക്കുന്നു എന്നുള്ള രീതിയിൽ ലേൺ ചെയ്യും. പിന്നുള്ളത് സ്വന്തമായിട്ട് പഠിക്കുന്ന രീതിയിൽ ചിന്തിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ ലേൺ ചെയ്യും. പിന്നുള്ളത് എക്സ്പീരിയൻസ് ബേസ് ആയിട്ട് ലേൺ ചെയ്യാനുള്ള കഴിവ് ഹ്യൂമൻസിനുണ്ട്. എ ഐ ഡാറ്റ ആൻഡ് അൽഗോരിതം യൂസ് ചെയ്താണ് ഇത് ലേൺ ചെയ്യുന്നത്. പിന്നെയുള്ള മെമ്മറിയാണ്. ഹ്യൂമൺ ഒരു മെമ്മറി ഒരുപാട് കാലം കഴിഞ്ഞാൽ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എ ഐ ഒരു മെമ്മറി എത്ര കാലം കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഓർത്ത് റീകോൾ ചെയ്താൽ വീണ്ടും അതിലേക്ക് ഡാറ്റാസ് എടുക്കാൻ കഴിയും. ഇനിയുള്ള ക്രിയേറ്റിവിറ്റിയാണ്. ട്രൂ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസിനുള്ളൂ. എ ഐ പോലും ക്രിയേറ്റ് ചെയ്ത് ഹ്യൂമൺ ആണ്. ഈ എ ഐക്ക് ട്രെയിൻ ചെയ്ത ഡാറ്റാ സെറ്റ് വെച്ചിട്ട് അതിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാനേ കഴിയുള്ളൂ. പുതുതായിട്ട് ന്യൂ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ എ ഐക്ക് കഴിയൂല. പിന്നുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇമോഷൻസും ആൻഡ് ലോജിക്ക് കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ ഹ്യൂമൻസിനെ കഴിയുള്ളൂ. പിന്നെ എ ഐക്ക് ഇമോഷൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് ഇമോഷണൽ പരമായിട്ടുള്ള ഒന്നും എടുക്കാൻ ഔട്ട്പുട്ടുകളൊന്നും തരാൻ കഴിയൂല. പിന്നെയുള്ള എനർജി യൂസേജ് ആണ്. ഹ്യൂമൻസിന് ഒരു സംഭവം ചിന്തിച്ച് മനസ്സിലാക്കാൻ കൂടുതൽ ടൈം എനർജിൻ്റെ ആവശ്യമില്ല. അതിനു വേണ്ടി എ ഐക്ക് ട്രെയിൻ ചെയ്യാൻ മെഗാവാട്ട് ഓഫ് ഇലക്ട്രിസിറ്റിൻ്റെ ആവശ്യമുണ്ട്. ഇനിയുള്ളത് ജനറലൈസേഷൻ ആണ്. ഹ്യൂമൻസ് സിംഗിൾ എക്സാമ്പിളിൽ നിന്ന് ജനറലൈസ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹ്യൂമൺ ഒരു കറുത്ത പൂച്ചനെ വെളുത്ത പൂച്ചനെ കണ്ടാലും അത് പൂച്ചയാണെന്ന് മനസ്സിലാവും. അതിനു വേണ്ടി ഒരു എ ഐക്ക് കറുത്ത പൂച്ചനെ ട്രെയിൻ ചെയ്ത് കൊടുത്ത് അതിനുശേഷം ഒരു വെള്ള പൂച്ചനെ കാണിച്ചു കൊടുത്താൽ പൂച്ചയാണെന്ന് മനസ്സിലാവില്ല. പിന്നെ അഡാപ്റ്റബിലിറ്റി ആണ്. പുതിയ ലാംഗ്വേജ് എൻവയറോൺമെന്റിൽ ഒരു ഹ്യൂമൺ പോയാലും അവിടെ പെട്ടെന്ന് തന്നെ അഡാപ്റ്റബിൾ ആവാൻ ഹ്യൂമൻസിന് കഴിയും. അതിനുവേണ്ടി എ ഐക്ക് പുതിയൊരു ഇതിലേക്ക് എത്തുകയാണെങ്കിൽ അത് റീട്രെയിൻ ചെയ്ത് ഡാറ്റ ട്രെയിൻ ചെയ്താൽ മാത്രമേ അതിന് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ എറർ ഹാൻഡിലിംഗ് ആണ്. ഹ്യൂമൻസിന് ഫ്ലെക്സിബിളായിട്ട് എറർ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട്. മിസ്റ്റേക്കിൽ നിന്ന് പഠിച്ച് പുതുതായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് ഇതിൽ ഹ്യൂമൻസിനുണ്ട്. എ ഐക്കും ഇതേ കഴിവുണ്ടെങ്കിൽ പോലും സ്ട്രിക്റ്റ് റൂളാണ്. അത് കൂടുതൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ തന്നെ കൂടുതൽ റോങ് ആയിട്ടുള്ള ചോയ്സ് തരാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയുള്ളത് വെച്ചാൽ സ്പീഡ് ഓഫ് പ്രോസസ്സിംഗ് ആണ്. ഹ്യൂമൻ ബ്രെയിൻസ് കമ്മ്യൂണിക്കേഷൻ സിഗ്നൽ 120 ms സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. ഒരു മാക്സ് ഫങ്ഷൻ ആണെങ്കിൽ പോലും നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ മനുഷ്യന് കൂടുതൽ ടൈം എടുക്കും. അതിനു വേണ്ടി എ ഐക്കാണെങ്കിൽ സെക്കൻഡിൽ ട്രില്യൺസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ആൻസർ കണ്ടുപിടിക്കാൻ എ ഐക്ക് കഴിയും. പിന്നെയുള്ള പാരലൽ പ്രോസസ്സിംഗ് ആണ്. ഹ്യൂമൻ ബ്രെയിനിൽ മൾട്ടിപ്പിൾ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബ്രെയിനിൽ നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ്. എ ഐക്ക് മൾട്ടിപ്പിൾ ടാസ്ക് കഴിയുമെങ്കിൽ പോലും അത് വളരെ നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് ചെയ്ത് വെച്ച മൾട്ടിപ്പിൾ ടാസ്കിങ് വരെ കഴിയുള്ളൂ. പിന്നുള്ള അവയർനെസ് ആണ്. ഹ്യൂമൻ ബ്രെയിനിന് സെൽഫ് അവയർനെസ് ആണ്. എനിക്കെന്താണ് ആവശ്യമുള്ളത്, പിന്നെ ഞാൻ എന്താണ് ചിന്തിക്കണം എന്നുള്ളൊരു സെൽഫ് അവയർനെസ് ഹ്യൂമൻ ബ്രെയിൻ ഉണ്ടാവും. എ ഐക്ക് ഇമോഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ എന്താണെന്നുള്ളൊരു അവയർനെസ് എ ഐക്ക് ഉണ്ടാവില്ല. അത് ഡാറ്റ കൊടുത്ത് ആ ഡാറ്റക്ക് അനുസരിച്ചുള്ള ഇത് തരുമെങ്കിൽ പോലും ഒരു സ്വന്തമായിട്ട് എന്താണെന്നുള്ള അവയർനെസ് എ ഐക്ക് ഉണ്ടാവില്ല. പിന്നുള്ള ഇമോഷൻസ് ആൻഡ് എമ്പതി ആണ്. നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പം അത് ഇമോഷൻസ് വല്ലാണ്ട് ഹ്യൂമൻ ബ്രെയിൻസിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. അതിനു വേണ്ടി എ ഐയിൽ ഇമോഷൻസ് ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. കറക്റ്റ് എന്താണോ ഡാറ്റ നമ്മൾ കൊടുത്ത് അതിൻ്റെ ഔട്ട്പുട്ട് മാത്രമേ കിട്ടുള്ളൂ. അടുത്തത് ലേണിംഗ് ഫ്രം സ്മാൾ ഡാറ്റാസ് ആണ്. ഹ്യൂമൻസ് ഫ്യൂ എക്സാമ്പിൾ നോക്കി തന്നെ ക്വിക്കായിട്ട് ലേൺ ചെയ്യാൻ കഴിയും. പിന്നെ
ഒരു കുട്ടി ആൽഫബറ്റ് പഠിക്കുന്നത് 1-2 തവണ പഠിപ്പിച്ചാൽ തന്നെ പെട്ടെന്ന് പഠിക്കും. പിന്നെ ഒരു AI-ക്കാണെങ്കിൽ കൂടുതൽ ഡാറ്റാ സെറ്റ് വെച്ച് ഒരുപാട് തവണ ട്രെയിൻ ചെയ്യിച്ചാൽ മാത്രമേ അത് പഠിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. പിന്നെയുള്ള കോണ്ടെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഒരു കോണ്ടെക്സ്റ്റ്, ഒരു ഹ്യൂമൻ ബ്രെയിനിന് ഒരു വേർഡ്, ഒരു ബാങ്ക് എന്നുള്ളൊരു വേർഡ് കൊടുത്താൽ തന്നെ ആ ബാങ്ക് ഫിനാൻഷ്യൽ പരമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് AI-ക്ക് ഒരു ബാങ്ക് എന്നുള്ള വേർഡ് കൊടുത്താൽ ഒരുപാട് ഡാറ്റാ സെറ്റിൽ നിന്ന് അത് മനസ്സിലാക്കി എടുക്കണം. പിന്നെയുള്ള സോഷ്യൽ സ്കിൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓരോ ഹ്യൂമൻസ് ബ്രെയിനിൽ ഒരാൾ മറ്റൊരാളോട് പറയുമ്പോൾ അത് അയാൾക്ക് ഇഷ്ടപ്പെടണോ ഇല്ല എന്നുള്ളത് ഫേസ് നോക്കിയിട്ടോ അല്ലെങ്കിൽ മൂപ്പരെ എക്സ്പ്രഷൻ നോക്കിയിട്ടോ നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. അതിനു വേണ്ടി AI-ക്ക് അതിനെ ഈ ഇമോഷൻസ് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ആ രീതിയിലൊന്നും മനസ്സിലാക്കാൻ കഴിയൂല. നമ്മൾ ടെസ്റ്റിൽ നമ്മൾ എഴുതി കൊടുത്താൽ പോലും ആ ഇമോഷൻസ് അതിന് AI-ക്ക് മനസ്സിലാവൂല. AI അതിന്റെ രീതിയിലുള്ള ഔട്ട്പുട്ട് തരെങ്കിൽ പോലെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഇതാണ്. പിന്നെ ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഇൻഡിപെൻഡന്റ് ബയോളജിക്കൽ സിസ്റ്റം ആണ്. AI ഡാറ്റ ആൻഡ് ഇലക്ട്രിസിറ്റി ലിങ്ക്ഡ് AI വർക്ക്, അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു എൻവിറോൺമെന്റും ഡാറ്റയും അത് വർക്ക് ചെയ്യാനുള്ള ഒരു എൻവിറോൺമെന്റ് ഉണ്ടായാൽ മാത്രമേ AI വർക്ക് ചെയ്യുള്ളൂ. ഡ്യൂറബിലിറ്റി ആൻഡ് റിപ്പയറിംഗ് ആണ്. ഹ്യൂമൻ ബ്രെയിനിന് സ്വന്തമായിട്ട് സെൽഫ് ഹീലിംഗ് എബിലിറ്റി ഉണ്ട്. എന്തേലും ഒരാൾക്ക് കാലിന് ഒരു പ്രശ്നം പറ്റിയ മറ്റേ കാലുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നന്നാവുന്നത് വരെ ആ രീതിയിൽ കൊണ്ടെടുക്കാൻ കഴിയും. അതിനുവേണ്ടി AI-ക്ക് എന്തെങ്കിലും ഒരു തകരാറ് വന്നാൽ റിപ്പയർ ചെയ്ത് അതിനെ മാറ്റി സ്ഥാപിക്കുക എന്നുള്ള വേറെ മാർഗമല്ല. പിന്നെ ഫ്യൂച്ചർ, ഒരു സബ് ടോപ്പിക് ആയിട്ടുള്ള ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ആണ്. ഹ്യൂമൻസ് ക്രിയേറ്റിവിറ്റി പ്ലസ് എംപതി യൂസ് ചെയ്ത് നമ്മൾ പുതിയൊരു സൂപ്പർ ഇന്റലിജൻസ് സൃഷ്ടിക്കാൻ കഴിയും. ഇതിൽ മെയിൻ ആയിട്ടുള്ള എന്താ വെച്ചാൽ ഹ്യൂമൻ ബ്രെയിൻ പവർഫുൾ ആണ്, പക്ഷേ ഡിഫറെന്റ് ഏരിയാസിൽ ഹ്യൂമൻ ബ്രെയിൻ ഫ്ലെക്സിബിൾ ആണ്, അത്ര പവർഫുൾ അല്ല. ഇമോഷൻ, ക്രിയേറ്റിവിറ്റി ഒക്കെ ആയിട്ടുള്ളതിൽ ഹ്യൂമൻ ബ്രെയിൻ ആണ് പവർഫുൾ എങ്കിലും സ്പീഡിലും ആക്യുറസിയിലും മെമ്മറിയിലും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള AI ആണ്. ഇത് കമ്പൈൻ ചെയ്ത് ഒരു സൂപ്പർ ഇന്റലിജൻസ് ഫ്യൂച്ചറിൽ പോസിബിൾ ആണ്.